التمسك بالأثر نجاه. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യം വളരെ മോശം കാര്യമാണ്, അത് ആളുകൾ വെറുപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് പരിഹാരം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 10 പരിഹാരം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള 10 പരിഹാരം, പല പരിഹാരങ്ങളുണ്ട്, അതിൽ കൂടുതൽ കാണാം. 10 നമുക്ക് പെട്ടെന്ന് പറയാം. 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം ആ 8 പറയാം, പിന്നെ അതിനുശേഷം 2 അതിലേക്ക് ചേർക്കാം. ഒന്നാമത്തേത് أول هذه الأسباب أن تعلم وتوقن وتتذكر أن عدم غضبك يدفع عنك غضب الله. നീ മനസ്സിലാക്കണം, നീ ഉറച്ചു വിശ്വസിക്കണം, നീ ചിന്തിക്കണം, നീ ഓർക്കണം, നീ ദേഷ്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിനക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹുവിന്റെ ദേഷ്യം നിന്നിൽ നിന്ന് ഇല്ലാതെയാകുമെന്നാണ്. നമ്മൾ ദേഷ്യം ഒഴിവാക്കിയാൽ അള്ളാഹു നമ്മൾ ദേഷ്യപ്പെടൂല, അത് നമ്മൾ ഓർക്കണം, നീ ഓർപ്പിക്കണം. നീ ദേഷ്യം ഒഴിവാക്കിയാൽ, ദേഷ്യത്തെ നിയന്ത്രിച്ചാൽ, കോപത്തെ നിയന്ത്രിച്ചാൽ അതിലൂടെ കിട്ടുന്ന വലിയൊരു നേട്ടമാണ് അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടൂല, അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നു, മാ യുബാഇദുനി അൻ ഗളബില്ലാഹ്, അള്ളാഹുവിന്റെ ദേഷ്യത്തെ തൊട്ട് എന്നെ അകറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ദേഷ്യം എന്നെ ബാധിക്കാൻ പാടില്ല, കോപം ബാധിക്കാൻ പാടില്ല, അതിനുള്ള കാര്യം എന്താണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദേഷ്യം നിന്നെ ബാധിക്കാതിരിക്കാൻ കാരണമാക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പരിഹാരം, നീ ഉറച്ചു വിശ്വസിക്കണം, നീ ഓർക്കണം, നീ ദേഷ്യപ്പെടാതിരുന്നാൽ, ഈ സ്വഭാവം നിന്ന് മാറ്റിയാൽ അള്ളാഹുവിന്റെ ദേഷ്യത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നു, അൻ യതദക്കറ വസിയ്യത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ വസിയ നീ ഓർക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത് എന്ന് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. വേറെയും റിവായത്തുകളുണ്ട്. റസൂലുള്ളാഹ് വസിയ്യത്ത് നൽകിയതാണ്, അത് അദ്ദേഹത്തിന് മാത്രമുള്ള വസിയ്യത്തല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ മുമ്പിൽ വന്ന് നിന്നോട് പറയാണ്, നീ ദേഷ്യപ്പെടരുത്, എന്നുള്ള സ്വഭാവം നീ ഒഴിവാക്കണം എന്ന് നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് പോലെയാണ് നീ ആ ഹദീസിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് നിന്റെ ഓർമ്മയിൽ ഉണ്ടാക്കണം. അത് മറ്റൊരു പരിഹാരമാണ്. മൂന്നാമത്തെ പരിഹാരം, അൻ യതദക്കറൽ ജസാഅൽ അദീം യൗമൽ ഖിയാമ ലിമൻ ലം യഗ്ദബ്, ദേഷ്യം ഒഴിവാക്കിയവന് നാളെ പരലോകത്ത് കിട്ടുന്ന നേട്ടം, അതിന്റെ കൂലി നീ ചിന്തിക്കുക. ഒരാൾ ദേഷ്യം ഒഴിവാക്കിയാൽ അവന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നീ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ കളമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുഫിദഹു, ഒരാൾ തന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു, അവനത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ്, ആ ദേഷ്യം വന്നതിന്റെ പേരിൽ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്, പക്ഷെ അവൻ ദേഷ്യത്തെ നിയന്ത്രിച്ചു എങ്കിൽ ദഅാഹു അല്ലാഹു സുബ്ഹാനഹു അലാ റൂസിൽ ഖലായിഖ്, സൃഷ്ടികൾക്കിടയിലൂടെ അല്ലാഹു തആല അവനെ പ്രത്യേകം വിളിക്കും. എന്നിട്ട് ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരിൽ ഐൻ യുസവ്വിജുഹു മിൻഹാ മാ ഷാ, സ്വർഗീയ സ്ത്രീകളെ അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇണയായി അവന് കൊടുക്കും എന്ന് പറഞ്ഞത് കാണാം. ദേശത്തെ നിയന്ത്രിച്ച ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയുള്ള ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ആലോചിക്കുക. ഞാൻ ദേശത്തെ നിയന്ത്രിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം അത് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ ഉത്തരം, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് നൽകിയ ഉത്തരം, അദ്ദേഹം ചോദിച്ചത് ഇതാണ്, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം റസൂലെ താങ്കൾ പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ലാ തഗ്ദബ് വലകൽ ജന്ന, നീ ദേഷ്യപ്പെടരുത്, നിനക്ക് സ്വർഗമുണ്ട് എന്നാണ്. അപ്പോ ദേശത്തെ അടക്കി നിർത്തിയാൽ കിട്ടാൻ പോകുന്ന, പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് ആലോചിക്കുക എന്നുള്ളതാണ്. ദേഷ്യം വരുമ്പോൾ അത് ചിന്തിക്കുക, ഇത് ഞാൻ ദേശത്തെ അടക്കി നിർത്തിയാൽ പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുക. നാലാമത്തെ പരിഹാരം, അൻ യഖൂലൽ ഇൻസാനു ഇൻദൽ ഗളബി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ദേഷ്യം വരുമ്പോൾ ഇസ്തിആദ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകൾ ഇങ്ങനെ പോരടിക്കുന്നത്, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ട സമയത്ത് ഒരാൾ വല്ലാതെ ദേഷ്യപ്പെട്ടു, അയാളുടെ മുഖം വിവർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅലമു കലിമതൻ, എനിക്കൊരു വാചകം അറിയാം, ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദ്, അയാൾ അത് പറഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന ദേഷ്യം അയാളിൽ നിന്ന് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞു. എന്താണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അപ്പൊ ദേഷ്യം വരുമ്പോ ഇസ്തിആദ നടത്തുക, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. ഇതാണ് നാലാമത്തെ പരിഹാരം. അഞ്ചാമത്തെ പരിഹാരം, അൻ യുഗയ്യിറ ഹൈഅതഹു, അവൻ എങ്ങനെയാണോ നിൽക്കുന്ന അവന്റെ ആ ഒരു ഹൈഅത്ത്, ആ രൂപം ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ, അവൻ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക,
ഇരിക്കുകയാണെങ്കിൽ കിടക്കുക, നിൽക്കുന്നവൻ അവന്റെ ദേഷ്യം മാറാൻ വേണ്ടി ഇരിക്കുക, ഇരുന്നിട്ടും ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ കിടക്കുക, ഇരിക്കുന്നവനാണ് കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ ഗദിബ അഹദുക്കും ഫഇൻ കാന ഖായിമൻ ഫൽയജ്ലിസ്. ഒരാൾ ദേഷ്യപ്പെട്ടാൽ അവൻ നിൽക്കുന്ന അവസ്ഥയിലാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ അവൻ ഇരിക്കട്ടെ. വഇൻ കാന ഖായിമൻ ഫൽയജ്ലിസ് ഫഇൻ ദഹബ ഗദബുഹു ഫഇല്ല ഫൽയൽതജിഅ. ഇരുന്നിട്ട് അവന്റെ ദേഷ്യം പോയാൽ അങ്ങനെ, അല്ലെങ്കിൽ അവൻ കിടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതങ്ങനെയാണ്, നമ്മൾ ദേഷ്യം വരുമ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഇരുന്ന കുറച്ചും കൂടി സമാധാനം ഉണ്ടാവും. കാരണം ഇരുന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യാണ്, ഇപ്പൊ ഒരാളെ ദേഷ്യം വന്നിട്ട് അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്നിട്ടല്ല അടിക്കുക, നിന്നിട്ട് അടിക്കുക. അപ്പോ അവസ്ഥ മാറ്റുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓർഡർ എന്താണ്? നിൽക്കുന്നവൻ ഇരിക്കുക, ഇരിക്കുന്നവൻ കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം നിയന്ത്രിക്കാനുള്ള ഒരു പരിഹാരമായി പഠിപ്പിച്ചതാണ്. ആറാമത്തത് അൻ യസ്കുന വയസ്കുത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും മിണ്ടരുത്. മിണ്ടിയാലായിരിക്കും പ്രശ്നം ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗദിബ അഹദുക്കും ഫൽയസ്കുത്. ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവൻ മിണ്ടാതിരിക്കട്ടെ, ഒന്നും മിണ്ടണ്ട. ആ എന്ത് വിഷയത്തിലാണോ സംസാരിച്ചത്, അത് ഏതിന്റെ പേരിലാണോ ദേഷ്യപ്പെട്ടത്, അതും പറയണ്ട, വേറൊന്നും പറയണ്ട, മിണ്ടാതിരിക്കുക, ഒന്നും പറയണ്ട. മറ്റു വല്ല വിഷയം അതും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒന്നും മിണ്ടരുത്. ആ ദേഷ്യം ഒന്ന് അടങ്ങുന്നത് വരെ ഒരു കാര്യവും പറയേണ്ടതില്ല, അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പരിഹാരമാണ്. ഏഴാമത്തത് അൻ യഖ്റുജ്. വീട്ടിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും ഈ ദേഷ്യപ്പെടൽ കൂടുതൽ ഉണ്ടാക്കുക. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക. ചില സൽഫുകൾ പറഞ്ഞതായി ഷെയ്ഖ് പറയുന്നുണ്ട്, ഗളബി ഇൻദന അലയ്യ. എന്റെ ദേഷ്യം എന്റെ ചെരുപ്പിന്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ, വീട്ടുകാരോട് ദേഷ്യം വരുമ്പോ അത് ആ ദേഷ്യം എന്റെ ചെരുപ്പിന്റെ അടുത്താണ് ഉണ്ടാകുക, അതിന്റെ അപ്പുറത്തേക്ക് പോകൂല. ആ ദേഷ്യം വന്നാൽ ആ ചെരുപ്പിന്റെ അടുത്തല്ല, ആ ചെരുപ്പിട്ടിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോയി തിരിച്ചു വന്നാൽ അത് റാഹത്താകും എന്ന് പറഞ്ഞാൽ, വീട്ടിലാണ് പ്രശ്നമെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ റാഹത്താകും. അതാണ് മറ്റൊരു പരിഹാരമായി പറഞ്ഞിട്ടുള്ളത്. എട്ടാമത്തെ പരിഹാരം അൻ യതദക്കറ അന്നൽ ഖുവത ഫീ മലകിൻ നഫ്സ് ഇൻദൽ ഗദബ്. ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തെ അടക്കി നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. ദേഷ്യം വരുമ്പോ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളുണ്ട്. അവന് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ പറ്റൂല, അവൻ തന്നെ പറയും. വലിയ അഭിമാനമായിട്ട് കൊണ്ടടക്കുന്ന ആളുകളുണ്ട്. ശരിക്കും അതല്ല ശക്തി. ചില ആളുകൾ അങ്ങനെ തന്നെ അവരെ അവതരിപ്പിക്കുക, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറയും. അത് വലിയ അഭിമാനമൊന്നുമല്ല, അത് മോശം കാര്യമാണ്. ഞാനൊരു തെറ്റ് വെച്ചിട്ട് ഞാൻ ഭയങ്കര അത് ചെയ്യുന്ന ആളാന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെടലല്ല, ആ ദേഷ്യത്തെ നിയന്ത്രിക്കലാണ് യഥാർത്ഥ ശക്തി എന്നവൻ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? ലൈസ ശദീദു ബിസ്സുറഅ. തല്ലുകൂടി ജയിക്കുന്നവനല്ല, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ. ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്. ദേഷ്യം വരുന്ന സമയത്ത് മനസ്സിനെ പിടിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അതാണ് യഥാർത്ഥ ശക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ശക്തി അതാണ്. അപ്പോ ദേഷ്യം വരുമ്പോ മനസ്സിനെ നിയന്ത്രിക്കലാണ് കഴിവ്, നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കലല്ല കഴിവ്. അതിന് അഭിമാനമായി നമ്മൾ കാണാനും പാടില്ല. ഒമ്പതാമത്തെ പരിഹാരം മഅരിഫതു മസാവിൽ ഗദബ്. ദേഷ്യം കൊണ്ടുണ്ടാകുന്ന പരിക്കുകൾ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, ദുനിയാവിലും പരലോകത്തുമുള്ള നഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദേഷ്യക്കാരനാണെങ്കിൽ ആർക്കും നമ്മൾ ഇഷ്ടം ഉണ്ടാവില്ല, ഒരു സത്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലെ ആളുകൾ സഹിച്ചിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അവർ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. ദേഷ്യം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അത് മറ്റൊരാൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആർക്കും ദേഷ്യപ്പെടുന്ന ആളുകൾ പൊതുവെ ആർക്കും ഇഷ്ടം ഉണ്ടാവുകയില്ല. അറബികൾ പറയാറുണ്ട്, അൽ ഗദബ് അവ്വലുഹു ജുനൂൻ വ ആഖിറുഹു നദം. ദേഷ്യം അതിന്റെ തുടക്കം ഒരു ഭ്രാന്താണ്, അവസാനം അവൻ എന്ത് ചെയ്യും? ഖേദമായിരിക്കും. ദേഷ്യപ്പെട്ടിട്ട് പലതും ചെയ്യും, പിന്നെ സോറി പറഞ്ഞിട്ടൊന്നും, സോറി പറഞ്ഞതിന് അതിന്റെ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്താൽ നമുക്ക് അതിന്റെ നഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ ദേഷ്യത്തിന്റെ മോശപ്പെട്ട അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ദേഷ്യം അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ദുനിയാവിലും പരലോകത്തും ഉണ്ടാകാം. പരലോകം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ദേഷ്യത്തിൽ ചിലപ്പോൾ കുഫറിന്റെ വർത്തമാനം പറയും, ചിലപ്പോൾ ആളുകളെ വെട്ടിക്കൊല്ലും, ഇതൊക്കെ സംഭവിക്കും. ഒരു ചെറിയ സംസാരത്തിൽ വന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണത്തിന് വേണ്ടി ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തു പോകും, ചിലപ്പോൾ ആൾ മരിച്ചു പോകും. മരിച്ചുപോയാൽ എന്താ സംഭവിക്കുക? അവന് ദുനിയാവിൽ അനുഭവിക്കണം, ദുനിയാവിൽ പല ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, റസൂലേ യാ റസൂലല്ലാഹ് ഹാദാ ഖതല അഖീ, ഇയാൾ എന്റെ സഹോദരനെ കൊന്നു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, അതെ ഞാൻ കൊന്നു. എങ്ങനെയാണ് കൊന്നത്? അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. ഒരു ചെറിയൊരു കാര്യം, ഞാനും ഇവനും
ഞങ്ങളുടെ ആടിന് ഇല പറിക്കാൻ പോയതാണ്. ചെറിയൊരു രണ്ടാൾ കമ്പനിയാണ്, അതുകൊണ്ടല്ലോ ഒന്നിച്ചു പോയത്. പക്ഷേ ഇവൻ എന്നെ ചീത്ത വിളിച്ചപ്പോ എനിക്ക് വല്ലാതെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ഫസബ്ബനി ഫഅഗ്ദബനി ഫദറബ്തുഹു ബിൽഫാസ്, ദേഷ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന മഴ എടുത്തിട്ട് അവൻ ഒറ്റപ്പെട്ട്, അങ്ങനെ അയാൾ മരിച്ചുപോയി. ഇതാ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ടാളും ഒന്നിച്ചൊരു പണിക്ക് പോയതാണ്. പക്ഷെ എന്തോ ഒരു സംസാരത്തിൽ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന മഴ എടുത്ത് വെട്ടി അയാൾ മരിച്ചുപോയി. ഇപ്പൊ എന്താ സംഭവിച്ചത്? അയാൾക്ക് ഒരു കൊലപാതകം എന്ന് പറഞ്ഞ ഗുരുതരമായ തെറ്റ് അയാൾ സംഭവിച്ചു. അത് അനുഭവിക്കണം. ഇസ്ലാമിക ഭരണകൂടം അയാൾ കൊല്ലും, മനഃപൂർവ്വം കൊന്നതാണ്. അപ്പോൾ ഒരു ദേഷ്യം കൊണ്ട് നമ്മൾക്ക് ദുനിയാവിലുണ്ടാകുന്ന നഷ്ടം, പരലോകത്തുണ്ടാകുന്ന നഷ്ടം അതൊക്കെ വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ദേഷ്യം എന്ന് പറയുന്ന സ്വഭാവം ഒരാൾക്കും ഇഷ്ടമില്ലാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 10ാമത്തെ ഒരു പരിഹാരം, നമ്മുടെ സമയം കഴിഞ്ഞു. 10ാമത്തെ പരിഹാരം പ്രാർത്ഥനയാണ്, ദുആ. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ദുആ ചെയ്യ്. നമ്മുടെ പ്രശ്നം ദേഷ്യമാണെങ്കിൽ അള്ളാഹുവിനോട് പറയുക. ഏതു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, എന്തിന്റെ പരിഹാരം പറയണേലും ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് എന്ത്? അദ്ദുആ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദുആ മിൻ അൻഫഇൽ അദ്വിയ. മരുന്നുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ മരുന്ന് ദുആയാണ്. എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരം ഒന്ന് ദുആയിരിക്കും. അള്ളാഹുവിനോട് പറയുക. നമ്മുടെ പ്രശ്നം മുൻകോപമാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടലാണ്. അള്ളാഹിനോട് പറയാം, അള്ളാഹു എനിക്ക് സബർ നൽകണമേ, എന്റെ ദേഷ്യം നീ അടക്കി നിർത്തണമേ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം മാറും. ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഈ പറഞ്ഞിട്ടുള്ളതാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വഹുവ അദുവുൽ ബലാഇ യദ്ഫഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു വയർഫഉഹു ഔ യുഖഫിഫുഹു ഇദാ നസൽ. അത് പരീക്ഷണത്തിന്റെ ശത്രുവാണ്. അത് ആ പരീക്ഷണത്തെ നീക്കം ചെയ്യും, അതിനെ തടയും, അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കും. പ്രാർത്ഥന ഏറ്റവും ഉപകാരപ്രദമായ മരുന്ന് പ്രാർത്ഥനയാണ്. വഹുവ സിലാഹുൽ മുഅ്മിൻ. അത് വിശ്വാസിയുടെ ആയുധമാണ്. ആ ആയുധം ഒരാൾക്കും നിരോധിക്കാൻ പറ്റൂല. അത് എന്ത് പ്രശ്നത്തിനും നമ്മൾ അള്ളാഹുവിനോട് പറയുക. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നമ്മൾക്ക് എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയുക എന്നുള്ള ആ ഒരു പരിഹാരം, അതാണ് 10ാമത്തെ പരിഹാരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് ഒന്നുകൂടി നമുക്ക് പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി ഖാല ലാ തഗ്ദബ് ഫറദ്ദദ മിറാറൻ ഖാല ലാ തഗ്ദബ് റവാഹുൽ ബുഖാരി. ഇതാണ് ഹദീസ്. അർത്ഥം മനസ്സിലായില്ലേ? നമ്മൾ കൂടുതൽ പഠിക്കുക. നമുക്ക് ഇതിൽ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്നൊരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള ഗദബ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ എന്തൊക്കെ ഖൈറാണ്. നമ്മുടെ ആളുകൾ നമ്മൾ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. നമ്മൾ ദേഷ്യം ഉപേക്ഷിച്ചതിന് പേരിൽ നമുക്ക് സ്വർഗമുണ്ട്, ഒരുപാട് ഖൈറാത്തുകളുണ്ട്. അല്ലാഹു തആല മുത്തഖിയുടെ വിശേഷണമായി പറഞ്ഞത് വൽ കാളിമീനൽ ഗൈദ്. അവർ ദേഷ്യത്തെ അടക്കി നിർത്തുന്നവരാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.